എന്നാലും അവര് പ്രവർത്തിച്ചത് നമ്മളും സാറും പറഞ്ഞതനുസരിച്ചല്ലേ. സാധാരണ പോലീസുകാരെ പോലെ അല്ലല്ലോ. നമ്മൾ തൽക്കാലം അത് ആലോചിച്ച് ടെൻഷൻ ആവാതിരിക്കുന്നതാ നല്ലത്. പൂർണ്ണിമ ചേച്ചി എന്റെ പിന്നാലെ പോകുന്നു തോന്നിയാ നമുക്കപ്പോ വേണ്ടത് ചെയ്യാം. തൽക്കാലം രക്ഷപ്പെട്ടു. ഇന്നെങ്കിലും പൂർണ്ണിമ എല്ലാരുടെ മുന്നിൽ തല ഉനിക്കേണ്ടി വരുമെന്ന് കരുതിയതാ. പക്ഷെ എല്ലാം വെറുതെ ആയി. അതെ, അല്ലെങ്കിലേ അവർ കൊടുക്കത്തില്ല. അതെ, ആരെന്ത് ചെയ്താലും അതെല്ലാം അവർക്ക് പ്ലസ് ആയിട്ട് വരും. എന്നാലും പോലീസുകാരെന്താ അങ്ങനെ പെരുമാറിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവളെ പേടിച്ചിട്ടായിരിക്കും. നിങ്ങൾ ആരും കരുതുന്ന പോലെ നിസാരക്കാരിയല്ല പൂർണിമ. അവൾക്ക് എല്ലാവരുടെ ഇടയിലും നല്ല സ്വാധീനമുണ്ട്. ഈ വീട്ടിൽ തന്നെ കണ്ടില്ലേ, അച്ഛന്റെ സ്ഥാനത്തുള്ള മഹിയേട്ടനും സഹദേവനും ഒക്കെ അവക്ക് മുന്നിൽ വിറച്ചു നിൽക്കല്ലേ. അതിന് ഞാൻ ചന്ദ്രമതിയെ കുറ്റം പറയും. സ്വന്തം ഭർത്താവിന്റെ കടിഞ്ഞാൻ ഭാര്യയുടെ കൈകളിലായിരിക്കണം. അവിടെയാ ഒരു ഭാര്യയുടെ മിടുക്ക്. ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാ കരുതിയെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല അമ്മേ കാര്യങ്ങള്. ഇപ്പോഴും പൃഥ്വിക്ക് സ്വന്തം അമ്മയെക്കാളും ഭാര്യയായ എന്നെക്കാളും താല്പര്യവും ഇഷ്ടവും ആ പൂർണ്ണിമ ചേച്ചിയോടാ. ഏതൊക്കെ കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്താലും ആ പൂർണ്ണിമ ചേച്ചിയുടെ കാര്യം വരുമ്പോ ആളാകെ അങ്ങ് മാറും. ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആ ദുർഗയും കിരണോ. ആ, അവരിടപെട്ടതുകൊണ്ട് മാത്രം പൂർണ്ണിമ ഇക്കാര്യത്തിൽ രക്ഷപ്പെട്ടത്. നിങ്ങൾ തന്നെയാ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ കാരണം. ആ നാശങ്ങളെ വീട്ടിൽ കയറ്റാതെ ഇറക്കി വിട്ടതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നത്. എന്ത് ചെയ്യാനാ, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അവിടുന്ന് ഇറക്കി വിട്ട ഇവിടെ വന്ന് കയറുമെന്ന് ഞങ്ങളൊരു സ്വപ്നത്തിൽ പോലും കരുതിയില്ല ചന്ദ്രമതി. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അതെ, എപ്പോഴും എല്ലാവർക്കും മുന്നില് പൂർണിമ ആളാകുന്നത് കണ്ടു നിൽക്കാനേ നമുക്കൊക്കെ പറ്റും. അങ്ങനെ തന്നെ തുടരാം. ആ പൂർണിമയെ തകർക്കാൻ വേണ്ടി താരെ വിളിച്ചു വരുത്തിയത് ഞാന്. പക്ഷെ ആ ദുർഗ കാരണം എല്ലാം കുളമായി. പൂർണിമയെ നാണം കെടുത്താൻ വന്നിട്ട് താര നാണം കെട്ട് ഇറങ്ങി പോവേണ്ടി വന്നു. മോളെ, നീ വിഷമിക്കാതെ. ഇത്തവണ പൂർണിമ രക്ഷപ്പെട്ടാലും അവരെ കുരുക്കാൻ നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടാക്കാം. എന്നെ സമാധാനിപ്പിക്കാൻ അമ്മ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയണ്ട. ദുർഗയുടെ കാര്യത്തിൽ അമ്മ ഇങ്ങനെ തന്നെയാ പറയാറ്. അവസാനം ഞാൻ എല്ലാ സ്ഥലത്തും നാണം കെടുത്തത് മാത്രം മിച്ചം. നീ ഒന്ന് അടങ്ങഷിതേ. അമ്മ വെറും വാക്ക് പറയുന്നതല്ല. പിന്നെ അമ്മ എന്താ ഉദ്ദേശിച്ചേ? എടി മോളെ, അതെ, ഹലോ. ഹലോ മാഡം, ടെൻഷനിലാണെന്ന് എനിക്കറിയാം. പിന്നെ ആ വീട്ടിൽ വന്ന് നാണം കെട്ട് ഇറങ്ങി വന്ന് ഞാൻ സന്തോഷിക്കണോ? മാഡത്തിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അതേ അവസ്ഥ തന്നെയാ ഞാനും. ആ പൂർണിമ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുമെന്ന് ഓർത്തിട്ട് ഒന്നും നടന്നില്ല. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പുരാവസ്തുക്കൾ കിട്ടിയാ ഗവൺമെന്റ് ഏറ്റെടുക്കുകയല്ലേ ചെയ്യുന്നേ. പിന്നെന്താ ഇവിടെ വന്ന പോലീസ് അങ്ങനെ പെരുമാറിയേ? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒന്നുറപ്പാ, നമ്മൾ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ പൂർണിമയെ കൊടുക്കാൻ വേറെ ഒരു ഐഡിയ കണ്ടുപിടിച്ചത്. എന്ത് ഐഡിയ? ഇപ്പോൾ ആ വിഗ്രഹം പോലീസുകാര് കണ്ടു കഴിഞ്ഞു. ഇനി അതിവിടെ നിന്ന് കാണാതായ അതിന്റെ മുഴുവൻ കുറ്റവും ഉത്തരവാദിത്വവും ആ പൂർണിമയുടെ തലയിൽ വരില്ലേ? വരും. അതുകൊണ്ട് എങ്കിൽ പിന്നെ മേഡത്തിന് തന്നെ ആളെ വിട്ട് ആ വിഗ്രഹം മോഷ്ടിക്കാൻ പാടില്ലേ? ഇതൊരു നല്ല ഐഡിയ ആണല്ലോ. സൂപ്പർ ഐഡിയ. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ
ആ വിഗ്രഹം ഞാൻ ആളെ വിട്ട് കടത്തും. അതിന്റെ പഴി പൂർണിമയുടെ തലയിൽ ഇട്ടുകൊടുക്കുകയും ചെയ്യും. ഈ കുരുക്കിൽ നിന്നും എങ്ങനെ പൂർണിമ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. എങ്കി വൈകിക്കണ്ട. പൂർണിമ പുതിയ എന്തെങ്കിലും നീക്കം നടത്തുന്നതിന് മുൻപ് കാര്യം നമുക്ക് നടത്തണം. അതെനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ശരി. നമ്മൾ പറഞ്ഞതെല്ലാം പൂർണ്ണ ചേച്ചി വിശ്വസിച്ചെന്ന് കരുതണ്ട. അങ്ങനെ ഒരു ചിന്തയെ എനിക്കില്ല. ആരെന്ത് പറഞ്ഞാലും അത് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ആളൊന്നും അല്ല പൂർണിമേച്ചി. പിന്നെ താരയെ തോൽപ്പിക്കാൻ പറ്റിയൊരു അവസരമായതുകൊണ്ടും പോലീസ് വീട്ടിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി കൊണ്ടുപോകുന്നത് നാട്ടിൽ പലതരത്തിലുള്ള സംസാരമാകുമെന്ന് അറിയാവുന്നതുകൊണ്ടോ ചേച്ചി പോലീസ് ടീമിനോട് അധികം കാര്യങ്ങളൊന്നും സംസാരിക്കാതിരുന്നത്. അതെ, അത് തന്നെ ഞാനും ഉദ്ദേശിച്ചത്. എങ്കിലും അവർ പോയി കഴിഞ്ഞപ്പോ അവർ ഒറിജിനൽ പോലീസുകാരാണോന്ന് സംശയം പറഞ്ഞ് ശ്രദ്ധിച്ചില്ലേ? ആ സംശയം വെച്ച് ചേച്ചി അവരെക്കുറിച്ച് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അന്വേഷിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ജോർജ് സാറിനോട് പറഞ്ഞിട്ടയച്ചവരായതുകൊണ്ട് ചേച്ചി തിരക്കിയാലും അവര് ഡിപ്പാർട്ട്മെന്റ് ടീം തന്നെയാണെന്നല്ലേ അറിയൂ. ആ അതെ, എന്നാലും അവര് പ്രവർത്തിച്ചത് നമ്മളും സാറും പറഞ്ഞതനുസരിച്ചല്ലേ. സാധാരണ പോലീസുകാരെ പോലെ അല്ലല്ലോ. നമ്മൾ തൽക്കാലം അത് ആലോചിച്ച് ടെൻഷൻ ആവാതിരിക്കുന്നതാ നല്ലത്. പൂർണ്ണ ചേച്ചി എന്റെ പിന്നാലെ പോകുന്നു തോന്നിയാ നമുക്കപ്പോ വേണ്ടത് ചെയ്യാം. ഈ വിഗ്രഹത്തിന്റെ കാര്യത്തില് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് രാമചന്ദ്രൻ അങ്കിളിനെ പോയി കാണണം. കിരണിന്റെ സർട്ടിഫിക്കറ്റുകൾ കാണിച്ച് അങ്കിളിന്റെ സംശയം മാറ്റി തെളിവുകൾ വാങ്ങിച്ച് കിരണിനെ ഈ വീട്ടിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം. ആദ്യം ഇത് കഴിയട്ടെ. നമ്മളെല്ലാം കൂടി ധൃതി വെച്ചിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല കിരൺ, ഇതെല്ലാം തീർന്നാലേ ബാക്കി കാര്യങ്ങൾ കൂടുതൽ ഫാസ്റ്റ് ആക്കാൻ പറ്റൂ. മീനുവിനെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. അമ്മയെ തള്ളി പറഞ്ഞവരെല്ലാവരും എന്റെ അമ്മയെ മനസ്സിലാക്കി അംഗീകരിക്കുന്നൊരു ദിവസം വരണം. അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. അതെല്ലാം ഉടനെ തന്നെ നമ്മൾ സാധിച്ചെടുക്കും. അതിനുവേണ്ടിയാ എല്ലാരും കഷ്ടപ്പെടുന്നത്.